എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള നല്ലൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ ആ ദിവസത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ച ആകുമ്പോൾ തന്നെ പിള്ളേർക്കൊന്നും പോകണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തിരി മടിയായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ ചെയ്യില്ല. പക്ഷേ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ചിരവയ്ക്കാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചിരവയ്ക്ക കറി വയ്ക്കാൻ ഇത് പയറും കൂടിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പയറൊന്നും തലേദിവസം വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചുടുവെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അങ്ങ് ഒരു വിസിലടിച്ച് ഓഫാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ചിരവയ്ക്ക കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതവിടെ ചൂടാറി വരുമ്പോഴത്തേക്കും നമുക്ക് ചിരവയ്ക്ക മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കറി വയ്ക്കാം. അപ്പോൾ ഇത്ര പോന്ന ഇങ്ങനെ 4 പീസുകളാക്കുക. പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറത്തെ തൊലിയും ഉള്ളിലത്തെ ചോറും ഒക്കെ കട്ട് ചെയ്ത് കളയുക. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ കട്ടിയുണ്ട്. കാരണം പടവലങ്ങയുടെ ഒക്കെ നമുക്കിങ്ങനെ ചോറ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചരണ്ടി കളയാവുന്നതുള്ളൂ. പക്ഷേ ഇതിൻ്റെന്ന് വെച്ചാൽ അത്യാവശ്യം കട്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി ഒരു ബലം പ്രയോഗിക്കേണ്ടി വരും. കത്തി സ്ലിപ്പാവാനും കൈമ കൊള്ളാനും മുറിയാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. ഒരുപാട് മുറിഞ്ഞിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇത് ഈ പയറും ചിരവയ്ക്കാൻ കറി ഉണ്ടല്ലോ, ഇത് നമുക്ക് പപ്പായ, ഞങ്ങളിവിടെ കൊപ്പക്കായ എന്നൊക്കെ പറയും. പപ്പായ മനസ്സിലായല്ലോ, അതിൻ്റെ പച്ചപ്പപ്പായ വെച്ചിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഉള്ളി കാച്ചി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടും ഉണ്ടാക്കാം. അത് ഞാൻ പിന്നെ ഒരിക്കൽ കാണിക്കാം കേട്ടോ. അത് മത്തങ്ങയും പയറും വെച്ചിട്ടും ചെയ്യാം, പപ്പായയും പയറും വെച്ചിട്ട് ചെയ്യാം. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഇനി ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചുരക്കയും ചെമ്മീനും കൂടിയിട്ട് ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ദീപേച്ചിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ശരിയാണ്, അത് പടവലങ്ങയ്ക്കും നല്ല മാച്ചാണ്. ഈ പടവലങ്ങയ്ക്കാണെങ്കിൽ എത്ര വേവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പടവലങ്ങ പെട്ടെന്ന് വേവുമെന്നാണ് ഉദ്ദേശിച്ചത്. പടവലങ്ങയും ചെമ്മീനും കൂടിയിട്ട് കറി വെച്ചാലും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെള്ളം ഓർത്ത് വരുന്ന ടൈപ്പ് പച്ചക്കറി ആയതുകൊണ്ട് ഇത്തിരി വാട്ടർ കൺസിസ്റ്റൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നമ്മൾ ചാറൊക്കെ വളരെ കുറച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം അതിൽ വെള്ളം അങ്ങനെ ഊറി വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അന്ന് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ബ്ലോക്ക് പീസസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഈ ചിരവയ്ക്കയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിരവയ്ക്ക വെച്ച് എന്ത് കറി ഉണ്ടാക്കണമെങ്കിലും പെട്ടെന്ന് പണി കഴിയും കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് ചെറുതായിട്ടൊരു പച്ചമണം ഉണ്ടെന്ന് പറയാം. പക്ഷേ അത് അങ്ങനെ കുത്തണ ടൈപ്പ് പച്ചമണം അങ്ങനെ ഭയങ്കര ഓവറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഇതിനെല്ലാം അതും കൂടി വാരിയെടുത്ത് നമ്മൾ ഓൾറെഡി തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ കഴുകാറില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ പയർ വേവിച്ച വെള്ളത്തിലാണ് നമ്മൾ ഈ കഷ്ണം വേവിക്കുന്നത്. അപ്പോൾ കുക്കർ തുറക്കാറായിട്ടില്ല, ഞാൻ ജസ്റ്റ് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിൽ ഇനി വേറെ വെള്ളം ഒഴിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പയർ വെന്ത വെള്ളം തന്നെ അത്യാവശ്യമുണ്ട്. അപ്പോൾ അതൊഴിച്ച് അതിലിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് നമുക്ക് വെറുതെ ഇരിക്കൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്കിടാനുള്ള പൊടികൾ, ഉപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണിൽ കുറച്ചുകൂടി കൂടുതൽ, ചെറിയ ടീസ്പൂൺ കേട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെപ്പോഴും കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നീട് നോക്കുക. പിന്നെ പയർ വേവിക്കുമ്പോഴും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പയറിലൊരിക്കലും കുറേ കൂടുതൽ ഉപ്പിട്ടിട്ട് ചെയ്യാറില്ല. കാരണം പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പയറുമണി കടിക്കുമ്പോഴും ഭയങ്കര കനപ്പായിരിക്കും. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് പയർ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇതിലും കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഓക്കെ ആയിക്കോളില്ല. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ എപ്പോഴും ഉപ്പ് അധികടലേന്ന് ഞാൻ എപ്പോഴും പറയണതിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. നമ്മൾ ഉപ്പ് കൂടുതലൊക്കെ ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ അച്ചങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ആദ്യമേ തൊട്ട് പഠിച്ചത് അങ്ങനെയാണ്. അതുപോലെ തന്നെ 2 പച്ചമുളക് അങ്ങ് കീറിയിടുക കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ കഥ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇതിപ്പോൾ അങ്ങനെ നമ്മൾ കീറിയിട്ട് കൊടുക്കുക. ഇനി ഞാൻ പറഞ്ഞല്ലോ കുക്കർ, അതിൽ ആവി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിസിൽ വരാൻ സമ്മതിച്ചിട്ടില്ല, അതിന് മുന്നേ ഞാൻ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുക്കർ സ്വന്തമായിട്ട് തുറക്കാറാവുമ്പോൾ നമുക്ക് കുക്കർ തുറന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 കതിര് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ആ കറിവേപ്പിലും പച്ചമുളകൊക്കെ കൂടിയിട്ട് ആ കഷ്ണങ്ങൾ വേവുമ്പോൾ ആ കഷ്ണങ്ങൾക്കൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളി വേണമെങ്കിൽ ഈ സമയത്ത് അരിഞ്ഞിടാം. പക്ഷേ അപ്പോൾ കറി അങ്ങനെ എന്താ പറയുക അധികം നേരം ഇരിക്കില്ല, കേടുവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പയറിൻ്റെ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ടേസ്റ്റും ആയാൽ തന്നെ നല്ല സൂപ്പർ കറിയാണ്.
നമ്മുടെ കുക്കർ ഇതുവരെ തുറക്കാറായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ലല്ലോ. പെട്ടെന്ന് തന്നെ എന്താണോ ആ സമയത്ത് ചെയ്യാൻ പറ്റിയ കാര്യം അതങ്ങ് വേഗം വേഗം ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നാളികേരം ചിരകി ഓൾറെഡി ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളികേരം ചിരകണ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ വേഗം ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് അങ്ങ് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് വറുത്തെടുക്കാനായിട്ട് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നാളികേരം ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ചിടുക കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ വറുത്തരയ്ക്കുന്ന കറികളിൽ പെട്ടെന്ന് അങ്ങോട്ട് ഹൈ ഫ്ലെയിം ഇട്ടിട്ട് അങ്ങ് വറുത്ത് കഴിഞ്ഞാൽ അത് വേഗം അങ്ങ് കരിഞ്ഞു പോകും. നേരെ മറിച്ച് നമ്മൾ ഇതൊരു സാവകാശം പോലെ തീ ഒന്ന് കുറച്ചിട്ടിട്ടായി കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗവും ഒരേപോലെ മൂത്ത് കിട്ടുകയും ചെയ്യും. ഭയങ്കരമായിട്ട് ഓവറായിട്ട് അങ്ങോട്ട് കളറ് മാറാനായിട്ട് മുമ്പ് നല്ലൊരു പരുവത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ നാളികേരം വറക്കുമ്പോഴൊക്കെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത്, അതിന് കറിയുടെ മെയിനായിട്ടുള്ള പാർട്ടാണത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് ചിലവാക്കിയാൽ അത് വറുത്താണ് കേട്ടോ. അപ്പോൾ അതിലേക്കും ഈ പറഞ്ഞ പോലെ തന്നെ കറിവേപ്പിലയുടെ സ്മെല്ല് നല്ല അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിവേപ്പില നമ്മളവിടെയും ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഉള്ളി ഞാൻ പറഞ്ഞില്ലേ, ആ കറിയിൽ അവിടെ പച്ചക്ക് ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ചച്ചുവ കാരണം മറ്റും കറി കേടാവാൻ ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് ഇവിടെ ഇങ്ങനെ വറുക്കുന്നതിൽ വറുത്ത് കൊടുത്താൽ ഒരു പ്രശ്നമില്ല. കുക്കറിൻ്റെ വിസിലൊക്കെ ഏകദേശം ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് തുറക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ വേറൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് മതി കുക്കറിൻ്റെ കാര്യം പരിഗണിക്കൽ. അപ്പോൾ അതൊരു വിധമായി നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും എടുത്തിട്ട് നമ്മൾ വീണ്ടും അതിലിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചട്ടിയുടെ ചൂടുണ്ട്, തേങ്ങയുടെ ചൂടുണ്ട്, എല്ലാതും കൊണ്ട് തന്നെ പിന്നെ നമുക്ക് തീയില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു ചൂട് മതി. ആ ഒരു പച്ചച്ചുവ മാറാനുള്ള വരവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് നമ്മുടെ പയർ വേവിച്ച വെള്ളമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതാ കണ്ടോ, കുക്കറിൽ കുറച്ചുകൂടി അങ്ങ് വിസിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അങ്ങ് എടുത്ത് കളഞ്ഞതാണ്. കണ്ടോ, ഈ ഒരു വെള്ളം നമുക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ പയർ വെന്തിട്ടുള്ള ഈ വെള്ളം, അപ്പോൾ ആ പയറിൻ്റെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ആ ഒരു കൊഴുപ്പുണ്ടാവുമല്ലോ പയറിൻ്റേതായിട്ട്, അപ്പോൾ അതൊക്കെ അതിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഉപ്പും കാര്യങ്ങളും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല. അതായത് വെള്ളമില്ലാണ്ട് അങ്ങ് ഇളക്കിയാൽ നമുക്ക് അങ്ങനെ മിക്സ് ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പോരാത്ത വെള്ളം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പുറത്തുനിന്ന് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടിയും ചേർത്ത് ഇതിനി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മളുടെ മാവ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് അവസാനം നമ്മൾ ഉള്ളിയാണ് വറവിടുന്നത്. ഉള്ളി കാച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്കുള്ള ഉള്ളി ക്ലീൻ ചെയ്ത് വട്ടത്തിൽ അരിഞ്ഞു വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാ കുക്കിങ്ങിൻ്റെ പണികൾക്കും കുറച്ച് സമയം അതിനെടുക്കും. ആ ഒരു ഗ്യാപ്പിലെ സമയം കൊണ്ട് നമ്മൾ അടുത്തടുത്ത കാര്യങ്ങൾ ചടപടയെന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ അങ്ങനെ തീർന്നോളും. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വരാനും പെട്ടെന്ന് വേവാനും വേണ്ടി നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് ചൂട് കയറും, അതുപോലെ തന്നെ വേഗം തിളവരുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടാൻ കുറച്ച് താമസമാണ്. പക്ഷേ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് തിളയ്ക്കും, അതുപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ വേഗം വെന്ത് കിട്ടും ചെയ്യും കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, കുറച്ചൊന്ന് ചാറ് കൂടുതലാക്കിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്താലും ആ ചട്ടിയിലിരുന്നിട്ട് ആ ചൂട് കൊണ്ട് ഇങ്ങനെ ആ വെള്ളം ഒന്നിങ്ങനെ വറ്റി കഴിയുമ്പോൾ നമ്മുടെ പാകത്തിനുള്ള ഒരു കട്ടിയായിട്ടും ഈ കറിയായാലും കുറച്ചൊന്നിങ്ങനെ ഒരു ലൂസിലൊന്ന് നമ്മൾ ഓഫ് ചെയ്താലാണ് കൽച്ചട്ടിയിൽ ഇരുന്നിട്ട് നമ്മൾ വിളമ്പാൻ സമയമാകുമ്പോഴത്തേക്ക് പാകത്തിനുള്ള അതിൻ്റെ ഒരു കട്ടി വരിക കേട്ടോ. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട്, കാരണം ഇപ്പോൾ അതിൻ്റെ വെള്ളം ചാറ് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒരു കഷ്ണം എടുത്തിട്ട് അത് വെന്തിട്ടുണ്ടോ, അതുപോലെ അതിൽ ഉപ്പുണ്ടോ, ചാറിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധം മുക്കാലും വെന്തിട്ടുണ്ട്. ഞാൻ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവാൻ പറ്റും. പക്ഷെ നന്നായിട്ട് ഇത് വേവുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ പയർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നേരത്തെ ചാറ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് പയർ കണ്ടമാനം അങ്ങ് ഉടഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ചാറൊക്കെ ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആ പയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ അങ്ങനെ ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും. മറ്റേ നമ്മൾ അപ്ലൈ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഒക്കെ ഉടഞ്ഞു പോകും. അത് കഴിഞ്ഞ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ അരയ്ക്കുമ്പോൾ പ്രധാനമായിട്ടും വറുത്തരയ്ക്കുമ്പോൾ
കുറേ അധികം വെള്ളം ചേർത്ത് നമ്മൾ അരയ്ക്കരുത്. അതായത് ആ അരപ്പിൻ്റെ ആ കളർ അങ്ങ് മാറിപ്പോവും. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് മാത്രം അരച്ചെടുക്കുക. ആ അരച്ച അരപ്പ് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി പുറത്തുനിന്ന് വെള്ളം ഒഴിക്കാതെ ഈ കറിയിൽ നിന്ന് കുറച്ച് വെള്ളം തെക്കിയെടുത്തിട്ട് മിക്സിയിൽ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ചുറ്റിച്ച് ഒഴിക്കുക. കാരണം അങ്ങനെയുള്ളൊക്കെ പല വിധത്തിലുള്ള അങ്ങനെ വെള്ളങ്ങളൊക്കെ ഒഴിച്ച് അവസാനം കറി ഭയങ്കര എന്താ പറയുക, ഭയങ്കര വാട്ടറി ആയി പോവും. അപ്പോൾ അതുകൊണ്ട് തിരിച്ചൊഴിക്കുക. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വയ്ക്കുക. കാരണം എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണല്ലോ വെന്തത്, ഓൾറെഡി കുക്കായതാണ്. ഇനി പ്രത്യേകിച്ച് അങ്ങനെ വരൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പുറത്തെ അടുപ്പിലേക്ക് അങ്ങ് മാറ്റി വെച്ചു, തീ ഓഫ് ചെയ്തു വിട്ടാൽ. കാരണം കൽച്ചട്ടി പിന്നെ ഇങ്ങനെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തത്. എണ്ണ അടപ്പത്ത് വെച്ചു. എണ്ണ മീൻസ് വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചു. നമ്മൾ വട്ടത്തിലരിഞ്ഞിട്ടുള്ള ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഗോൾഡൻ കളറാവണം. എന്നാൽ ഓവറായിട്ട് കരിയാനും പാടില്ല. കാരണം ഈ ഇത്രയും കറിയൊക്കെ മെനക്കെട്ട് ഉണ്ടാക്കി ലാസ്റ്റ് ആ ഉള്ളി അങ്ങ് വറുത്തത് കരിഞ്ഞു പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പ് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ കംപ്ലീറ്റ് ശ്രദ്ധ ഇങ്ങോട്ട് തന്നെ വേണം. ഇനി നമ്മൾക്ക് ഇതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ കറിക്ക് നല്ലൊരു കളറാണ്. അതുപോലെ തന്നെ ഒരു കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ എന്താ വെച്ചിട്ട് കുറേ നേരത്തെ ഇടണ്ട, അത് കരിഞ്ഞ് കറുത്ത് പോവും. അതിൻ്റെ ആ പച്ച കളറിൽ അങ്ങ് നിൽക്കണം കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിപ്പോൾ തീയിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊന്നിങ്ങനെ ക്രിസ്പാവുക വേണ്ടോ, അത് ഈ വെളിച്ചെണ്ണയിൽ കിടന്നങ്ങ് ആയിക്കോളും. അതുപോലെ തന്നെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് ആ എണ്ണയിലേക്ക് വേണം നമ്മൾ എന്തിട്ട് കൊടുക്കാൻ, മുളക് പൊടി. അത് കുറേ അധികമൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ സ്വല്പം ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒരു കളറിന് ഭംഗിക്കും ഫ്ലേവറിനും നല്ലതാണ്. നമ്മൾ മീൻ കറിയിലൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ച് കുറച്ചൊന്ന് ചൂടാറി കുറച്ചൊന്ന് തണുത്ത് അതിൻ്റെ ചാറൊക്കെ ഒന്ന് പറ്റി അങ്ങനെ വരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മത്തങ്ങയും പയറും കൂടിയിട്ട് ഇതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ പപ്പായും പയറും കൂടിയിട്ട് ചെയ്യാം. ഇതന്നെ 2-3 രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. അതിൻ്റെ മണം എന്ന് പറയുന്നതും എരിശ്ശേരി പോലത്തെ അങ്ങനത്തെ ഒരു മണമൊന്നുമല്ല, ഇതൊരു വേറെ ലെവൽ മണമാണ്, വേറൊരു ടേസ്റ്റാണ്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ചൂടാക്കി വെക്കണം. ഇപ്പോൾ രാവിലെ വെച്ച് കറിയാണെങ്കിൽ വൈകുന്നേരം ഒന്ന് നമ്മൾ ചൂടാക്കി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഓഫാക്കണം. നമ്മൾ വൈകുന്നേരത്തേക്ക് കേടാവാതിരിക്കാനായിട്ട് എപ്പോഴും നമ്മൾ 4 മണിക്ക് ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചാൽ നല്ലതാണ്. അതിപ്പോൾ വേനൽക്കാലമായാലും വർഷക്കാലമായാലും അതങ്ങ് ചെയ്താൽ നമുക്ക് പിന്നെ വേറെ ടെൻഷനില്ല, കറി കേടായി പോകും എന്നുള്ളത്. പിന്നെ ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കറക്റ്റ് പാകത്തിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വൈകുന്നേരത്തേക്കുള്ളത് ഒന്ന് പകർത്തി മാറ്റി വയ്ക്കും. കാരണം നമ്മൾ ഈ ഇളക്കിയിട്ട് കറിക്ക് കേടാവാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരത്തേക്കുള്ളത് അങ്ങ് പകർത്തി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി കറി കൽച്ചട്ടിയിൽ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഉച്ചയ്ക്ക് കൊടുക്കാം. മറ്റേത് അങ്ങനെ കയ്യിലിട്ട് ഇളക്കുക അങ്ങനെയൊന്നും ചെയ്യാതെ കേടുവരാതെ ഭംഗിയായിട്ടിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് സാമ്പാറൊന്നും അങ്ങനെ ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനത്തെ കറികൾക്ക് ഒരു ചെറിയ ഒരു കുറുമ്പ് ഉണ്ട്. അതായത് ഒന്ന് കേടായാലോ എന്നുള്ളൊരു ടെൻഡൻസി ഉള്ള കറിയാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അടിപൊളി. അതുപോലെ ഇതിൻ്റെ സ്മെല്ലൊന്നും ഇപ്പോൾ നമുക്കിത് കൂടെ കേൾപ്പിച്ച് തരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ചിരവക്കായ എന്താണെന്നൊക്കെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പച്ചക്കറി കടയിൽ പോയിട്ട് ഒന്നും പറയണ്ട, ചിരവക്കായ മാത്രം പറഞ്ഞാൽ മതി, അവരെടുത്ത് തരും. അതുകൊണ്ട് ഇങ്ങ് പോരെ. ഇനി നമുക്ക് ഒരു ചെറുതായിട്ടൊന്ന് മുട്ട കുത്തിപ്പൊരിക്കാനുണ്ട്. അപ്പോൾ മാളുവിന് ഉപ്പേരി ആയിട്ടില്ല, അപ്പോൾ അവൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാനാണ്. അപ്പോൾ ഒരു കുറച്ച് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില സംഭവങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഇത് പെട്ടെന്ന് തട്ടി കൂട്ടണതാണ്. കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഒരു മുട്ട ഡയറക്റ്റ് അതിലേക്ക് അങ്ങ് പൊട്ടിച്ചൊഴിക്കാൻ കേട്ടോ. ഇപ്പോൾ നന്നായി മൂത്തൊന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ പാത്രത്തിൽ അത്യാവശ്യം നമുക്ക് മീൻ വറക്കാനും മുട്ട പൊരിക്കാനും. ഓംലെറ്റ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എണ്ണ ചൂടാക്കിയിട്ട് ഇതൊക്കെ ഓൾറെഡി വേറെ എവിടെയെങ്കിലും വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായി മറച്ചിടാനൊക്കെ കിട്ടും. ഇതിൽ പക്ഷേ നമ്മൾ ഇങ്ങനെയല്ലല്ലോ ചെയ്തിരിക്കണേ. അതുകൊണ്ട് നമുക്കിത് മറച്ചിടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നേരെ മറിച്ച് എണ്ണ നല്ലോണം ചൂടായിട്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് നമുക്ക് മറച്ചിടാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മുട്ട എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ചിക്കിപ്പൊരി എന്താക്കാനായിട്ട് ഇതിലങ്ങ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിനിയുടെ കോമഡിയുടെ ഉറവിടമൊക്കെ ഇതാണെന്നല്ലേ, അച്ഛൻ വഴി പാരമ്പര്യമാണല്ലേ എന്ന്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം കൂടി പറയാൻ വന്നത്. എൻ്റെ അമ്മയുടെ
ചേച്ചിയുടെ മക്കളുണ്ടല്ലോ, 3 ചേട്ടന്മാരുണ്ട് അമ്മയുടെ ചേച്ചിക്ക്. ആ 3 ചേട്ടന്മാരും അന്യായ എഴുത്തുകാരാണ് കേട്ടോ. എഴുത്തെന്ന് വെച്ചപ്പോൾ ഞാൻ എഴുതുന്ന പോലത്തെ ചെള് കേസ് എഴുത്തൊന്നുമല്ല കേട്ടോ. അവരൊക്കെ നല്ല സ്റ്റാൻഡേർഡുള്ള എഴുതുന്ന ആൾക്കാരാണ്. അതിൽ മൂത്ത ചേട്ടനൊക്കെ ഹിന്ദി മാഷാണ്. എൻ്റെ അമ്മയുടെ കൂടെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ആൾ മാഷാണ്. ആളൊക്കെ നല്ല അടിപൊളി ലാംഗ്വേജ് ആട്ടോ ആൾ എഴുതലൊക്കെ. അതുപോലെ തൊട്ട് താഴെയുള്ളൊരു ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ആളായാലും നല്ല സ്റ്റാൻഡേർഡിൽ എഴുതും. പിന്നെ അതിന് താഴെ ചേട്ടന് അങ്ങനെ എഴുതണം നമുക്കറിയില്ല, കത്ത് എഴുതാറുണ്ട്, അടിപൊളിയാണ്. ആൾ വാരണാസിയിലെ അവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ക്ലർക്കായിട്ടാണ് ജോലിയിൽ കയറിയത്. അപ്പോൾ ആ സമയത്ത് അവിടെ പോയിട്ട് അവിടെ കണ്ട കാഴ്ചകൾ, അവിടുത്തെ ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ഓരോ ആചാരങ്ങൾ രീതികളൊക്കെ, ഈ വാരണാസി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരെയാണല്ലോ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ച് അത് വായിക്കുന്ന കേട്ടാൽ നമുക്ക് എന്താ പറയുക, എന്തോ സാഹിത്യ സൃഷ്ടി വായിക്കുന്ന പോലെയാണ്. കത്താണെന്ന് നമുക്ക് തോന്നില്ല. അത്രയും ഭംഗിയിൽ അവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് അവിടെ നേരിട്ട് കാണുന്ന പോലെ തോന്നും. അതുപോലെ ആളെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കത്തയക്കാം. അല്ലാണ്ട് നോർമലി നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ആളങ്ങനെ എഴുതില്ല. കംപ്ലീറ്റ് ഇങ്ങനെ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ജീവിത രീതിയും അവിടുത്തെ പ്രത്യേകതകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചിട്ടാണ് ആളുടെ കത്തെഴുത്ത്. അതുപോലെ തന്നെ ഈ അവിടുത്തെ ഒരുപാട് സ്ഥലങ്ങളുടെ കാര്യങ്ങളുടെയൊക്കെ ഫോട്ടോസ് അടങ്ങിയ ഒരു ബുക്ക്ലെറ്റ് പോലെയൊക്കെ അന്ന് വാങ്ങിക്കാൻ കിട്ടും. ആൽബമല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ബുക്ക്ലെറ്റ്. അത് മറക്കണതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ആ ബുക്ക് ഇപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മയുണ്ട്, പക്ഷേ ആ സാധനം കേടായിപ്പോയി തോന്നുന്നു. അതിങ്ങനെ കണക്റ്റഡാണ്. പക്ഷേ ഭംഗിയിൽ ഇങ്ങനെ ആൽബം മറയ്ക്കണ പോലെ തന്നെ മറയ്ക്കാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ഓരോ സ്ഥലങ്ങൾ, അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി അതിനെ പറ്റിയിട്ടൊക്കെ വിശദീകരിച്ച് ആൾ വേറെ വേറെ കത്തെഴുതും. അപ്പോൾ അതൊക്കെ വായിക്കാൻ നല്ല എന്താ പറയുക, നല്ലൊരു സ്റ്റാൻഡേർഡുള്ള എഴുത്തുകളായിരുന്നു കേട്ടോ അവരുടെയൊക്കെ. അപ്പം ചെറിയൊരു പാരമ്പര്യം അതിൻ്റെ കൂട്ടുപിടിക്കാനായിട്ട് എനിക്കത് അത്രയൊന്നും അവകാശപ്പെടാൻ എനിക്ക് അർഹതയില്ല. കാരണം അവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ നല്ല ലെവലിൽ എഴുതുന്ന ആൾക്കാരാണ്. പക്ഷേ ചെറുതായിട്ടായാലും അതിൽ നിന്നായിരിക്കാം. പിന്നെ അതുപോലെ എൻ്റെ ബ്രദർ ഉണ്ടല്ലോ, എൻ്റെ സ്വന്തം ചേട്ടൻ, ആളായാലും ഗൾഫിലേക്ക് പോയ സമയത്തും അതിന് മുന്നേ ആൾ പഠിക്കുന്ന സമയത്ത് മലപ്പുറത്ത് നിന്നിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പോഴായാലും ആഴ്ചയിൽ ഓരോ എഴുത്ത് എഴുതും. അപ്പോഴാണ് എഴുത്തെന്ന് വെച്ചാൽ ജസ്റ്റ് വിശേഷങ്ങൾ കുത്തി നിറച്ചിട്ട് മാത്രമല്ല, നമുക്കത് ലളിതമായ രസമായ രീതിയിൽ നമുക്ക് വായിക്കുന്ന ഒരാൾക്ക് അനുഭവിക്കാനായിട്ട് അറിയാമെന്നുള്ളത് ആ ചേട്ടൻ്റെ എഴുത്തുകളിലൂടെയാണ് മനസ്സിലായത്. ചേട്ടാ എഴുത്ത് മാത്രമല്ല ഡയറിയും എഴുതും. ടൂറ് പോയതിൻ്റെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡയറി എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എത്ര പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അത്രയും ഭംഗിയായിട്ടാണ് ഒരു ടൂറ് പോയ അനുഭവം ആൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ, എൻ്റെ സ്വന്തം ചേട്ടൻ. അങ്ങനെ ഞാനും ചേട്ടനും മാത്രമാണ് ഇങ്ങനത്തെയൊക്കെ ഇങ്ങനത്തെ എഴുതുകയൊക്കെ ചെയ്യുള്ളൂ, ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. സീരിയസ് അല്ല, ഇങ്ങനെയുള്ളവരെന്നൊക്കെ എഴുതാനും ഒക്കെ നമുക്ക് താല്പര്യമുണ്ട്. അപ്പം ഞാൻ പറയാണ്, ഇപ്പോൾ ഈ ഹ്യൂമർ എന്ന് വെച്ചാൽ ഇപ്പോൾ അച്ഛയിലും പാപ്പയിലും അങ്ങനത്തെ ഓരോന്നൊക്കെ പറയണത്, അച്ഛൻ അത്ര ഹ്യൂമർ കൊമേഡിയനൊന്നും അല്ല കേട്ടോ. അച്ഛൻ നല്ല കലിപ്പനാണ്, പക്ഷേ ഇടയ്ക്ക് പറയണ ഒരു ഹ്യൂമർ നല്ല അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പാപ്പയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ പാപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ എന്താ പറയുക, ആൾക്ക് ചെറുപ്പത്തിലെ പനി വന്നിട്ട് പോളിയോ വന്നിട്ട് ആളുടെ 2 കാലും തളർന്നിട്ടുള്ള ആളാണ്. പക്ഷെ അതൊന്നും വെച്ചിട്ട് നമ്മൾ ആളുടെ അടുത്ത് ഇങ്ങനെ സഹതാപം കൊണ്ട് ചിലവാക്കാനൊന്നും പറ്റില്ല കേട്ടോ. ആൾ അത്രയും പോസിറ്റീവ് വൈബാണ്. ആളുടെ കാലിങ്ങനെയാണ്, നടക്കാൻ പറ്റില്ല, അതൊന്നും ആളെ ബാധിക്കില്ല. ആളങ്ങനെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു വിഷമമായിട്ട് പറയണമെന്ന് നമ്മൾ കേട്ടിട്ടില്ല. ആൾ നല്ല ഉഷാറാണ്. എനിക്കത് ഇപ്പോൾ മര്യാദയ്ക്ക് കയ്യും കാലുള്ള ഒരാൾ വരെ അയ്യോ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ പാപ്പയ്ക്ക് അങ്ങനൊരു വാക്ക് പാപ്പയുടെ നിഘണ്ടുവിലില്ല. അതിപ്പോൾ സിമെൻറ്റ് ഇപ്പോൾ എവിടെയെങ്കിലും പൊട്ടിയിട്ടൊക്കെ ആണെങ്കിൽ ആളപ്പോൾ സിമെൻറ്റ് മണ്ണതൊക്കെ കൂട്ടി അതൊക്കെ ശരിയാക്കാൻ ആൾക്കറിയാം. പ്ലംബിങ് ഒരു പൈപ്പ് പൊട്ടി അത് ശരിയാക്കാൻ ആൾക്കറിയാം. ഇപ്പോൾ ഒരു വാഴക്കൊല ഒടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ ഒരാളുടെയും സഹായം ഇല്ലാണ്ട് ആൾ തന്നെ പോയിട്ട് കൊല വെട്ടി, ഒരു കേടുമില്ലാതെ ആ കൊല വെട്ടിയിട്ട് ഇങ്ങ് കൊണ്ടുവരും. അങ്ങനെ പറ്റില്ല എന്നുള്ളൊരു വാക്കാൾ പറയണേ ഞാൻ കേട്ടിട്ടില്ല. ആൾക്ക് 2 വയസ്സിലേറ്റോ പനി പിടിച്ചിട്ട് അങ്ങനെ കാലങ്ങനെ ആയതാണ്. അത്യാവശ്യം ഒന്ന് വലുതാവണ വരെയും ചേട്ടന്മാരൊക്കെ ആളിനെ എടുത്തിട്ടാണ് എല്ലായിടത്തേക്കും കൊണ്ടുപോകും, എടുത്തിട്ടാണ് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുക. പിന്നെ പാപ്പ ബസ്സിലൊക്കെ കയറണേണ്ട നമുക്ക് അത്ഭുതം തോന്നും. ഒരു കൈ റോഡിൽ കുത്തിയിട്ട് മറ്റേ കൈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പുമ്പോൾ കുത്തിയിട്ട് ഒറ്റ അങ്ങനെ പൊന്തലാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആൾ ബസ്സിലേക്ക് കയറും. പിന്നെ ആൾക്ക് തയ്ക്കാനറിയാം, ഞാൻ പറഞ്ഞില്ലേ, കൈക്കോട്ടെടുത്ത് പണിയാനറിയാം, എല്ലാതും അറിയാം. അങ്ങനെ മിടുക്കനാണ്. പാപ്പയുടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ പാപ്പ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പം ആ ഇളയമേനായാലും നമ്മളൊന്നും അങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ സമ്മതിക്കില്ല. പക്ഷേ ഇളയമ്മ ഒരു കുഴപ്പമില്ല. അവർക്ക് 3 കുട്ടികളുണ്ട്. കുട്ടികളല്ല, ഇപ്പോൾ അവരെയൊക്കെ കല്യാണം കഴിഞ്ഞ് വലിയ പിള്ളേരായിട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പിരിയൻ മുളകാണ്.
ഭരതേട്ടൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം കോയമ്പത്തൂർക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവരെന്തോ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ് കോയമ്പത്തൂർക്ക് പോയത്. എന്നിട്ട് വരുമ്പോൾ ഭാര്യയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സമ്മാനമാണ് ഈ കാശ്മീരി മുളക്. അങ്ങനെ എന്താ പിരിയമുളക്. സാധാരണ അങ്ങനെയാണല്ലോ ഭർത്താക്കന്മാർ ദൂരേക്കൊക്കെ എങ്ങനെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഭാര്യയ്ക്ക് മുളകാണല്ലോ കൊണ്ടുവന്ന് കൊടുക്കാറ്. അല്ല പിന്നെ എനിക്കതിൽ പരാതിയൊന്നുമില്ല കേട്ടോ. നമ്മളതിൻ്റെ കുറച്ച് കുരുവൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾക്കൊന്ന് പിരിയമുളക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കി നോക്കാം. എനിക്ക് എപ്പോഴുള്ള അസുഖമാണ് ഈ മുളക് പൊടിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് അതിൻ്റെ വിത്തെടുത്തിട്ട് ഒന്ന് പാവി കൊടുക്കലേ. സാധാരണ നമ്മൾ ചുമന്ന മുളകൊക്കെ പൊടിപ്പിക്കുമ്പോൾ ഇങ്ങനെ കുരുവൊക്കെ എടുത്ത് വെച്ച് നമ്മൾ പാവാറുണ്ട്. അതിൽ ഇഷ്ടം പോലെ മുളക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം വൈകി പോയി പൊട്ടിക്കുക എന്നുണ്ടെങ്കിൽ അവരൊക്കെ നല്ല ജിമ്മിൽ പോയി എന്താ പറയുക 6 പാക്കൊക്കെ മല്ലന്മാരായിട്ട് അങ്ങ് വലുതാവും. പിന്നെ ഞാൻ വിചാരിക്കും നമ്മളിപ്പോൾ ആൾക്കാരിങ്ങനെ പറയില്ലേ, ആ പട്ടി വീട്ടിൽ വളർത്തുന്ന പട്ടിയോ ഒന്നും ചെയ്യില്ല, വീട്ടിൽ വളർത്തുന്നതാണ്. അതുപോലെ എൻ്റെ വിചാരം വീട്ടിൽ വളർത്തുന്ന മുളകൊന്നും തീരെ എരിയില്ല, കടിച്ചാലും നമുക്ക് എരിവുണ്ടാവില്ല, നമ്മുടെ വീട്ടിലത്തല്ലേ അങ്ങനെ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇത് മൂത്തിട്ട് ഇതിപ്പോൾ ചെള്ളാണ്, പക്ഷേ ചിലത് നന്നായി മൂത്തിട്ട് നല്ല കട്ട മസിലൊക്കെ ആയിട്ട് മസിലളിയന്മാരായിട്ടാണ് നിൽക്കുന്നത്. ഇവരെ കറിയിലിട്ടിട്ട് ഞാൻ അടുത്തൊരു കടി കടിച്ചു. ഞാൻ നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ വീട്ടിലത്തെ ഒന്നും അങ്ങനെ എരി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ വീട്ടിലത്തെ അന്ന് ഇത്ര നാൾ നട്ട് നനച്ചാൽ ഞാനാന്നുള്ള ഒരു പരിഗണന ആ മുളക് എനിക്ക് തന്നില്ല, നന്നായിട്ട് എരിഞ്ഞു. പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചിലതൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല എന്താ കണ്ടോ, ഇതേപോലത്തെ ഒരെണ്ണം ഞാൻ പിടിച്ച് കടിച്ചത്. ഞാൻ ആ വിശ്വാസത്തിലാട്ടോ, ഞാനാണ് വെള്ളം ഒഴിക്കാറ്, വളമൊക്കെ ഇട്ട് കൊടുക്കാറ് ഞാനാണ്. അപ്പോൾ എന്നോട് ഈ പണി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പോട്ടെ. ഇനി നമുക്ക് പിരിയമുളകിൻ്റെ തൈ പാവിയിട്ട് അത് നട്ടുവെന്നും അതിൽ കായ് വന്നോ പൂ വന്നോ എന്നൊക്കെ നമുക്ക് ഇന്ന് രാവിലെ പോയി നോക്കാം കേട്ടോ. അപ്പോൾ ആ മുളക് പൊടിപ്പിക്കണതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ സാധാരണ മുളകും 1 കിലോ പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ വറ്റൽ മുളക് 1 കിലോ പൊടിപ്പിച്ചു, മറ്റേ മുളക് 1/2 കിലോ പൊടിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അളവുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ആ ഒരു വ്യത്യാസം നിന്ന് മാത്രമാണ് എനിക്ക് ഇത് കാശ്മീരി ചില്ലിയും മറ്റേത് സാധാരണ ചില്ലിയാണെന്ന് മനസ്സിലായത്. ക്യാമറയിൽ കാണുമ്പോൾ പിന്നെയും ഈ മുളകിന് ഇത്തിരി കൂടി ഒരു ചുവപ്പ് കളർ ഉണ്ടെന്ന് തോന്നുമെങ്കിലും അത് ക്യാമറയിൽ മാത്രം കാണുന്നതാണ്. ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാനായിട്ട് യാതൊരു മാർഗ്ഗവുമില്ല. ഒരേ കളറിൽ തന്നെ ഇരിക്കുന്നത്. ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിപ്പിച്ചേട്ടാ. ചേട്ടാ ഇത് 1/2 കിലോ ആദ്യം പൊടിപ്പിച്ച് തരുമോ, അത് കഴിഞ്ഞിട്ട് മറ്റേത് പൊടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പൊടിപ്പിച്ചാണ്. അപ്പം ഇത് രണ്ടും ഒരേ കളറാണ്. പിന്നെ എരിവ് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, എരിവും ഒരേപോലെ തന്നെ ഇരിക്കണേ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഇപ്പോൾ കുറച്ച് ഇഷ്ടിക കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടിക കൊടുന്ന് ഇറക്കിയപ്പോൾ അങ്ങനെ ലോഡിങ് അങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ച് കുറേ ഇഷ്ടികപ്പൊടി അതിൻ്റെ താഴ്ത്തുണ്ട്. പിള്ളേരെ അതാണ് ശരിക്കും കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കളറ്. നല്ല ചുമന്നിരിക്കുന്നത്. ഇതൊക്കെ സാധാരണ മുളക് പൊടി ഏതാന്ന് തിരിച്ചറിയില്ല. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ പാക്കറ്റിൽ കാണുന്ന അത് അടിപൊളിയാണ്, നല്ല കളർ കിട്ടുന്നൊക്കെ വിചാരിച്ച് അത് മേടിച്ച് ഉപയോഗിക്കില്ല. അതെന്തോ പൊടി, എന്തോ കളർ പൊടിയാണെന്ന് തോന്നുന്നു. നമ്മൾ മേടിച്ച് പൊടിപ്പിക്കുമ്പോൾ അറിയാം അതിൻ്റെ സത്യാവസ്ഥ. ഞാൻ മുമ്പ് ഒരിക്കൽ ഇതുപോലെ മേടിച്ച് ഉണക്കി പൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും ഈ പറഞ്ഞ പോലെ നോർമലായിട്ടുള്ളൊരു ചുമപ്പ് കളർ മാത്രമേ അതിന് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും രണ്ടിനെ 2 പാത്രത്തിലാക്കി വയ്ക്കുക. ഇനി എങ്ങാനും തെറ്റിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ഡബ്ബയിൽ, സ്റ്റീലിൻ്റെ ഡബ്ബയിൽ, ചെറിയൊരു ഡബ്ബയിൽ ഈ കാശ്മീരി മുളകും സാധാ വലിയ ഡബ്ബയിൽ മറ്റേ മുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ അച്ചാറുണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് എടുത്ത് നോക്കാം. അതുപോലെ തന്നെ മീൻകറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വെച്ച് നോക്കാം. അപ്പം എന്താ പറയുക, എരിവ് കുറഞ്ഞിട്ട് ചാറിന് നല്ല കട്ടിയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും പെട്ടെന്ന് തന്നെ അത് പാത്രത്തിലിട്ട് കൊടുക്കുക. അപ്പോൾ ഈ മുളക് 2 തരം കാര്യങ്ങളൊക്കെ പൊടിപ്പിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അരി പൊടിപ്പിക്കാൻ അപ്പോൾ പോയല്ലേ. പിന്നെ എനിക്ക് വേറൊരു ആവശ്യത്തിനും കൂടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഈ നനച്ച അരി അതുകൊണ്ട് കുറേ ചുറ്റി അലയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വണ്ടിയുമേ വെച്ച് കഴിഞ്ഞാൽ അതിരുന്ന് ഡ്രൈ ആയി പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് അത് ഞാൻ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായി ചൂടാറി നമ്മൾ ആ ചൂടോട് കൂടി പാത്രത്തിലൊക്കെ ആക്കി വയ്ക്കും. അങ്ങനെയൊന്നും ആരും ആക്കി വയ്ക്കില്ല, ഞാൻ പറയണം കേട്ടോ, എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ. അപ്പോൾ ഇതാ കണ്ട വലിയ ഗമ കാണിച്ചത്. അപ്പോൾ സൈഡിലേക്ക് ഇത്തിരി പോയിട്ടാ. അപ്പോൾ അത് രണ്ടും നമ്മൾ പാത്രത്തിലേക്കൊക്കെ ആക്കി വെച്ചു. അപ്പോൾ ഇനി ഒരു അത്യാവശ്യം ഒരു 2 മാസം 2-2.5 മാസത്തേക്ക് ഇനി ആ വഴിക്ക് തിരിഞ്ഞു നോക്കണ്ട കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം അങ്ങനെ വാരി വയ്ക്കുക. അതാ ഇരുന്ന് കരയണുണ്ടല്ലേ അരി. അയ്യോ ഈ ബിൻ ചേച്ചി എന്നെ കൊണ്ടുപോയിട്ട് ഇടിക്കാനും പൊടിക്കാനും ഒക്കെ പോകാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുക. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, കൊണ്ടുപോയിട്ട് ഇടിച്ച് പൊട്ടിച്ച് വറുത്ത് ശരിയാക്കി എടുക്കും ഞാൻ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.